എംബ്രോയിഡറി ഫ്രെയിംസിനകത്തൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിൻട്രസ്റ്റിനകത്തൊക്കെ ഇമേജസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. നല്ല രസമുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഇങ്ങനെ ഫുള്ളായിട്ടൊരു റൗണ്ട് ഫ്രെയിമിനകത്തൊക്കെ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഫെമിനിൻ ലുക്കാണ് കേട്ടോ. ഭയങ്കര രസമാണ് അതെല്ലാം കാണാനായിട്ട്. അങ്ങനെ എംബ്രോയിഡറി പഠിച്ചിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ഈ ഓരോ ബേസിക് സ്റ്റിച്ചസൊക്കെ പലർക്കും അറിയാമായിരിക്കും. ഫ്രഞ്ച് നോട്ട്സും ലേസി സ്റ്റിച്ചും ബുള്ളിയൻ നോട്ട്സും ഒക്കെ നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. ഓരോന്നോരോ ടെക്നിക്കാണ്. ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. നമ്മൾ കുറേ ഇടയ്ക്ക് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു നോട്ട് വീഴും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ് ചെയ്തെടുക്കാനായിട്ട്. നല്ല രസമായിട്ട് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി പാറ്റേണിൽ കോട്ടൺ ത്രെഡ്സ്, അതും ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനകത്ത് ചെയ്തെടുത്തേക്കുന്ന സൽവാർ സെറ്റ്. ഇതൊരു ചെക്ക് ഓർഗൻസ ബേസിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം സ്മൂത്തായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഒരു സ്റ്റിഫർ ഫീലിൽ വന്നിട്ടുള്ളതല്ല. ആൻഡ് അതിനകത്ത് ഒരു നല്ലൊരു റൗണ്ട് ഡീപ്പ് യോക്ക് പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്രോഷ്യ ലേസാണ് യൂസ് ചെയ്തേക്കുന്നത്. വി ഹാവ് ഇറ്റ് ഇൻ പേസ്റ്റൽ ഷെയ്ഡ്സ്. 2699 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിളും ആണ്. ആൻഡ് ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബേജ്, then we have a peach pink tone and a soft teal blue and a beautiful cloud blue ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എല്ലാം ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ദുപ്പട്ടയും സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞ് സ്കാലപ്പ് ലേസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എഡ്ജസ് എല്ലാം ആൻഡ് സ്കാറ്റേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽ ബഞ്ചും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്ലെയിൻ സോളിഡ് കോട്ടൺ ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് നല്ല രസമായിട്ട് വരുന്നൊരു ടോപ്പാണ്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ് കേട്ടോ. ഭയങ്കര ഒരു ലൈറ്റ് ഫീലിൽ നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യണമെങ്കിലും ഒക്കേഷണൽ വെയറിനും പറ്റുന്നതാണ്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. സോ ദിസ് ഇസ് പീച്ച് പിങ്ക് ടോൺ ആൻഡ് ദെൻ വി ഹാവ് സോഫ്റ്റ് ഒരു സീ ബ്ലൂ എന്ന് വേണമെങ്കിലും പറയാവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനത്തെ ആ ഒരു ടോണിലോട്ടാണ് പോയേക്കുന്നത്. ഇതാണ് എൻ്റെ ബോട്ടം. ദുപ്പട്ട, ദിസ് ഇസ് ദി ടോപ്പ്. കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരു കംഫർട്ട് ഫിറ്റിൽ ക്രേപ്പ് ലൈനിങ്സ് ഒക്കെ ആണ് ഇതിൻ്റെ കൂടെ. ആ ഒരു ഫ്ലോയി ലുക്കാണ് നമുക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ക്രേപ്പ് ലൈനിങ്സ് വേണമെങ്കിൽ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. എന്താ ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രേ ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗ്രേ ഷെയ്ഡ്. ഒരു സോഫ്റ്റ് കോട്ടൺ ഫിനിഷിംഗ് ആണ്. നമുക്കത് ഭയങ്കര ഒരു വാഷ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റിൽ വന്നിരിക്കുന്നത് കൊണ്ട് യു വിൽ നോട്ട് ഹാവ് ഷ്രിങ്കേജ് ഇഷ്യൂസ് ഓൾസോ. ഇതാണ് ടോപ്പ്. ആൻഡ് ആ ഒരു ചല്ല ഫ്ലവേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. കോമ്പിനേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്കിലോട്ട് പോയേക്കുന്ന കോമ്പിനേഷൻ. ഫ്ലോറൽസിന് ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട്സും ബുള്ളിയൻ നോട്ട്സും ചല്ല ഫ്ലവേഴ്സും വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ലേസി സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു 2 ടോണിൽ വന്നിട്ടുള്ള, അത് സിംഗിൾ ഷെയ്ഡാണ്, അത് 2 ടോണിൽ തന്നെ വന്നിട്ടുള്ള ഗ്രീനിൻ്റെ ആണ് അതിൻ്റെ ഒരു കോട്ടൺ. ഇതൊരു ലൂസ് വർക്കാണ് കേട്ടോ. ഭയങ്കര ഒരു ടൈറ്റ് ഫിറ്റ് വർക്കല്ല, കുറച്ചൊരു ലൂസ് ഫീലിലാണ് ചെയ്തേക്കുന്നത്. അതാണ് ദുപ്പട്ട. നല്ലൊരു സോഫ്റ്റ് ക്ലൗഡ് ബ്ലൂ ഷെയ്ഡിൻ്റെ അതാണ് നിൽക്കുന്നത്. അതിൻ്റെ കോഡ് വരുന്നത് BLD 129, പ്രൈസ് 2699. ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ് www.aham.store. പേസ്റ്റൽ കളേഴ്സിനകത്ത് ഒരു പാർട്ടി വെയർ ലുക്ക് നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ നമുക്കൊരു പേൾസിൻ്റെ കൂടെയൊക്കെ ഭംഗിയായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ക്യാരി ചെയ്യാം. ഓർ ഇഫ് യു ലൈക്ക് ടു ഗോ ഫോർ ദ കാഷ്വൽ ലുക്ക്, നമുക്ക് മേ ബി നമ്മളെല്ലാവരും 1-2 പ്രാവശ്യമൊക്കെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് ഒരു കാഷ്വൽ ലുക്കിലും വെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബോണസ് അല്ലേ. അല്ലാതെ ജസ്റ്റ് നമുക്ക് അതിങ്ങനെ ഇരുന്ന് പോകത്തില്ല, നമുക്കത് എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ വി ആൾ പ്രിഫർ ദറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത് സംടൈംസ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് അങ്ങനെ പല ഒക്കേഷൻസിനും കാഷ്വലായിട്ടൊക്കെ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കോട്ട. സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. ആൻഡ് അതിനകത്ത് യോക്ക് എംബ്രോയിഡറി പാറ്റേൺ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആൻഡ് ദിസ് ഗോട്ട് എ റിയലി പ്രിറ്റി ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൂടെയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സിൽക്കി വൈറ്റ് യാൺസ് യൂസ് ചെയ്തിട്ട്
നമുക്കതിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി പാറ്റേൺ, ഒരു ഫ്ലോറൽ ഡിസൈനാണ്. അത് നമുക്ക് ആക്ച്വലി ഈ ഡിസൈൻ നമ്മൾ പ്രിൻസിൻ്റെ അകത്തൊക്കെ നമുക്ക് എപ്പോഴും കാണുന്നൊരു ഡിസൈനാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് എംബ്രോയിഡേർഡ് പാറ്റേൺസിൻ്റെ അകത്തും ഇങ്ങനെ ഒരു ലുക്ക് കാണാനുണ്ട്. ഇത് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സിൽ നമുക്ക് ഈ ഒരു സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെ ഒരു സ്കാലപ്പ് ഡീറ്റെയിൽ നമുക്കത് ജസ്റ്റ് നെക്സ്റ്റ് ലുക്കിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. 2699 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഫസ്റ്റ് ഇസ് എ റിയലി ബ്യൂട്ടിഫുൾ പെയിൽ യെല്ലോ പീച്ച് ടോൺ ആണ്. നെക്സ്റ്റ് വൺ BLD 126 എന്ന കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് ബോട്ടം പ്ലെയിൻ ആയിട്ടല്ല വരുന്നത്, സോഫ്റ്റ് കോട്ടൺ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പ്രീ വാഷ് ഒക്കെ ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ഫീൽ. നമുക്ക് ഇതിനകത്ത് ഷ്രിങ്കേജ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബോട്ടത്തിൻ്റെ ലുക്ക് വരുന്നത്. ഈ സെയിം ഡീറ്റെയിൽ തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. നമുക്കിതിപ്പോൾ ബോട്ടമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ലൈൻ ടോപ്പ് ലുക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലെയർഡ് സ്ലിറ്റ് ടോപ്പിൽ തന്നെ ഇച്ചിരി ഫ്ലെയർ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ആൻഡ് ഇതിനകത്ത് നമുക്കിതിനെ ഹൈ സ്ലിറ്റ് ആക്കാം. ആൻഡ് റെഗുലർ സ്ലിറ്റ് ലെങ്തിൽ നമുക്ക് ഇതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ this is going to be a body hugging and the other one the outer layer going to be a little bit loose ഫിറ്റിൻ്റെ അകത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ആൻഡ് ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഇൻ ലെങ്ത്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ഔട്ട് റിയലി വെൽ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ട് ചെറിയൊരു ഷോർട്ട് യോക്ക് കൊടുത്താലും കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു ഇന്ന പീസിനകത്തല്ലേ, അത് നമുക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് യോക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ വർക്ക് റിയലി വെൽ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടുതലായിട്ടും നെക്സ്റ്റ് ഔട്ടർ ലെയറിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് അപ്പർ പോർഷനിലായിട്ട് നിന്ന് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി റിയലി പ്രിറ്റി വിത്ത് ദാറ്റ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും സ്കാലപ്പ് വിത്ത് എംബ്രോയിഡറി ആൻഡ് ദി ഷോർട്ടർ എഡ്ജിൽ നമുക്ക് വിത്ത് വൈസ് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് കോട്ടൻ്റെ ഒരു ലേസും കൂടി കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ക്രോഷ്യ ലേസാണ്. ഒരു പീച്ച് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. പീച്ചിനെക്കാട്ടിലും ഒരു പീച്ച് പിങ്ക് ടോൺ അതിനകത്ത് വന്നിട്ടുണ്ട്. സോറി. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ടോണാണ്. ഇത് സ്കൈൻ്റെ ഒരു ഡെപ്താണ് കളറിന് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കളർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ടിൻറ്റഡ്, ഒരു ടീലെന്ന് വേണമെങ്കിൽ പറയാം. ടീൽ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ്. തിരിഞ്ഞു പോയിട്ടോ പിടിച്ചത്. ഒരുപാട് ടൈറ്റ് ഫിറ്റിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കംഫർട്ട് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഈ ഒരു ലുക്കിന് നല്ലതും ഡ്യൂറബിലിറ്റിക്കും നല്ലത്. അതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ടയുടെ ബോഡി ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ഫ്ലോറൽ ബഞ്ചിൻ്റെ ഒരു ബഞ്ചല്ല, ഒരു കുഞ്ഞ് ഫ്ലോറൽ മോട്ടീഫാണ്. അതിൻ്റെ ഒരു സ്കാറ്ററും കൂടെ വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലുക്ക്. Next we have a soft cloud blue shade. Then on the bottom, and this is the dupatta, and this is the top. എല്ലാത്തിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു പാനൽ വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ കൊടുക്കാനായിട്ട്. And next is a beige shade. നല്ലൊരു ബേജ് ടോണാണ്. ഒരു ചിക്കു ടിൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ളി അത്ര ഡാർക്ക് ചിക്കു ആയിട്ടല്ല വന്നിരിക്കുന്നത്, പക്ഷെ ഒരു ചെറുതായിട്ട് ആ ഒരു ടോണും കൂടെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. സൂപ്പർ നെറ്റ് കോട്ട ബേസിക്കലി നമുക്ക് നല്ല ഇപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ പോലും, ഇപ്പോൾ കുറച്ച് ചൂടുള്ള ക്ലൈമറ്റാണ്, രാത്രിയൊക്കെ തണുപ്പുണ്ടെങ്കിൽ രാവിലെയൊക്കെ നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ക്ലൈമറ്റിന് ആക്ച്വലി ദിസ് ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ ആസ് വെൽ. അപ്പോൾ ദീസ് ആർ റെഡി ടു ഡിസ്പാച്ച്. ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു ലുക്സിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. BLD 126 ഇൻ പ്രൈസ്ഡ് 2699. ഇന്ന് സിൽക്കി കോട്ടയ്ക്കകത്ത് നല്ലൊരു യോക്ക് പാറ്റേൺ, അതും ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. എൻ്റെ ഇതിനകത്ത് നമുക്കൊരു 4 ഷെയ്ഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ്. എന്ന് വെച്ചാൽ എല്ലാം പീച്ച് ഗ്രീൻ ഗ്രേസ് ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഷെയ്ഡ്സ് ഒക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ടോൺസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോൺ ഓഫ് പീച്ച് ഇസ് റിയലി നൈസ്. ആ ഗ്രീനും ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഇതിനകത്ത് കൂടുതലും അതിനകത്തൊരു
ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എംബ്രോയിഡറിയുടെ ആ ഒരു ഷേപ്പ് നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. യൂഷ്വലി നമ്മൾ ഒന്നെങ്കിൽ ഫിൽഡ് ആയിട്ട് കാണാറുണ്ട്, ജാൽ ഡിസൈൻസ് കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്നേക്കുമ്പോഴത്തേക്ക് ആ ഒരു യു വി പാറ്റേൺ കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു യോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ല രസമുള്ള ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ്. യൂഷ്വലി നമ്മൾ പിങ്ക് പീച്ച് ടോൺസ് കാണാറുണ്ട്. നമ്മൾ അതിനകത്തൊരു ബ്ലൂ ടോണും കൂടെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് കളേഴ്സ് കോമ്പിനേഷൻസ് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 2599 ആണ്. അപ്പോൾ എൻ്റെ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പും ദുപ്പട്ടയും സിൽക്കി കോട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയ്ക്കകത്ത് എഡ്ജ് ഫിനിഷിങ്ങിനായിട്ട് കുറച്ചൊരു സിഗ്സാഗ് സ്കാലപ്പ് പോലെ വരുന്ന രീതിയിലുള്ള ക്രോഷ്യ ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദ സ്കാറ്റേർഡ് ഫ്ലോറൽസ് ഓൾ ഓവർ. അത് ഫ്ലോറൽ ബഞ്ചസ് ആയിട്ടും സിംഗിൾ മോട്ടീഫ് ആയിട്ടും ആയിട്ട് ഉള്ള ഒരു കോമ്പിനേഷനിലാണ് ആ സ്കാറ്റർ വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ഫ്രണ്ട് യോക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യു വി നെക്ക് തന്നെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, റൗണ്ട് നെക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ക്രൂ നെക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ക്രൂ നെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ പാർട്ടി വെയർ ലുക്കിന് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ 4 ഷെയ്ഡ്സുമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ബോട്ടമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വാഷ്ഡ് ഫീൽ വന്നിട്ടുള്ള കോട്ടൺ ബോട്ടമാണ്. BLD 135 എന്ന് കൂടുതലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം. ആൻഡ് ദെൻ ഫസ്റ്റ് കളർ വാസ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതല്ല, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. യു വി പാറ്റേണിൽ യോക്ക് ഡിസൈനുമായിട്ട് ഇതിനകത്ത് ലേസ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ലാഡർ ലേസ് പോലെ തോന്നുന്നത്. ആക്ച്വലി കുറച്ച് സർക്കുലർ ആയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ആയിട്ട് വരുമ്പോഴത്തേക്ക് ലാഡർ പോലെ തോന്നുന്നതാണ് കേട്ടോ. സോ ദിസ് ഇസ് ദി പീച്ച് ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ആണ് അതിൻ്റെ ഒരു പീച്ചിൻ്റെ ലുക്ക് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. കോട്ടൺ ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ക്രേപ്പ് ലൈനിങ്ങും കുഴപ്പമില്ല കേട്ടോ. സിൽക്കി കോട്ട ആയതുകൊണ്ട് കുറച്ച് ഫ്ലോയി ആയിട്ട് വരുന്നത് കാരണം ക്രേപ്പ് ലൈനിങ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരുപാട് ടൈറ്റ് ഫിറ്റിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരു ലൈറ്റർ ഫീലിൽ കംഫർട്ട് ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ആൻഡ് സെക്കൻഡ് കളർ കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് എ ഗ്രീൻ, ഒരു മെറ്റാലിക് ടോൺ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ഷീൻ. സിൽക്കി കോട്ട ആയതുകൊണ്ട് ഒരു ഷീൻ വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. എ ലൈൻ സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടം മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സെപ്പറേറ്റ് സ്ലിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ആണ് എൻ്റെ ഗ്രീൻ ഓപ്ഷൻ വന്നിരിക്കുന്നതിൻ്റെ പറക്കുന്നുണ്ട്. അതാണ് നേരെ ഇരിക്കാത്ത ഗ്രീൻ ഓപ്ഷൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിനകത്തും ഒരു ബ്ലൂ കുറച്ച് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഫ്ലോറൽ ബഞ്ചസിനകത്ത് തന്നെ കുറച്ചൊരു ചെറിയ സീക്വൻസ് ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ടു ഫ്ലാഷ്, ഇറ്റ്സ് വെരി ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ലുക്ക്. ആൻഡ് ദ ലാസ്റ്റ് ഷെയ്ഡ് ഇസ് എ ലൈറ്റ് ഗ്രേ ഷെയ്ഡ്. ഒരു ഭയങ്കര ഒരു പേസ്റ്റൽ ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ദുപ്പട്ട ഇപ്പം നമുക്ക് രണ്ട് സൈഡിലിടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ആ ഒരു വർക്ക് കാണും കേട്ടോ, വിസിബിളായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ടോപ്പ്, ഗ്രേയുടെ ടോപ്പ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നൊരു ലുക്കാണ്. 2599 റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കോട്ടൺ ബോട്ടം എല്ലാത്തിൻ്റെതും സെയിം ഷെയ്ഡിൽ തന്നെ. അപ്പോൾ ഹെഡ് ടു സിംഗിൾ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് തന്നെ വി ക്യാൻ ആക്ച്വലി ഫീൽ ദാറ്റ് ടോളർ ലുക്ക് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. സിംഗിൾ പാൻസിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു പെൻസിൽ ബോട്ടം ആണെങ്കിലും ശരി കുഴപ്പമില്ല. ഒരു ഫിറ്റഡ് ലുക്ക് ലോ പോർഷനിലോട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. BLD 135.